Skeleton സീരീസിൻ്റെ ഫസ്റ്റ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആൻഡ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മൈൻക്രാഫ്റ്റ് ബെഡ്റോക്ക് ആയിട്ടാണ്. ആൻഡ് നമുക്ക് ഈ വേൾഡിൽ കുറേ അധികം പ്ലാൻ ഉണ്ട്. ആൻഡ് അതെല്ലാം ഞാൻ വഴി പറഞ്ഞുതരാം. ആൻഡ് ഇന്നത്തെ നമ്മുടെ വേൾഡിൻ്റെ ഫസ്റ്റത്തെ ഗോൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഗോൾ ബുക്ക് തയ്യാറാക്കുക, പിന്നെ ഒരു സ്റ്റാർട്ടർ ബേസ് സെറ്റ് ചെയ്യുക, പിന്നെ ഫുൾ എക്സ്പ്ലോർ ചെയ്യണം, ഫുൾ സെറ്റ് ആർമർ ആവണം, പിന്നെ ഒരു ബിൽഡും ഇവിടെ സെറ്റ് ചെയ്യണം. ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഗോൾസ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ പോയി ഷീപ്പിനെ തല്ലിക്കൊല്ലണം. ഷീപ്പിനെ തല്ലിക്കൊന്നാലും നമുക്ക് വൂൾ കിട്ടു. വൂൾ ഉണ്ടെങ്കിൽ നമുക്ക് ബെഡ് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ബെഡ് ഉണ്ടെങ്കിൽ നമുക്ക് നൈറ്റ് സ്കിപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ഫസ്റ്റത്തെ 2 ഷീപ്പുകൾ ഇതാ ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. ആൻഡ് ഫസ്റ്റത്തെ എപ്പിസോഡ് ആയിട്ട് അതിൻ്റെതായ ചില ബുദ്ധിമുട്ടൊക്കെ കാണും. ആൻഡ് അത് നിങ്ങൾ ക്ഷമിക്കുക. ആൻഡ് ഈ വേൾഡ് ഞാൻ അങ്ങനെ വെറുതെ എപ്പിസോഡ്സ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഒറ്റ സീരീസ് ആയിരിക്കും മെയിനായിട്ട് നോക്കുക, അല്ലെങ്കിൽ ഒരു 5 സീരീസ് ഇത്രേ ഞാൻ അടുപ്പിച്ച് കൊണ്ടുപോകത്തുള്ളൂ. കൂടുതലൊന്നും ഞാൻ അങ്ങനെ കൊണ്ടുപോകില്ല. ആൻഡ് എനിക്ക് വല്ല മോഡ്സൊക്കെ ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ എന്നോട് പറയാം, ഞാൻ മോഡ്സൊക്കെ ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ നമുക്കിവിടെ നിന്ന് ഷീപ്പോടെ പോയി ഓക്കെ അവൻ ഡീസ്മോൺ ആയിട്ട് പോയിട്ടുണ്ട്. സാറില്ല, നമുക്കിപ്പോൾ തന്നെ വെള്ളം തുടങ്ങിയിട്ട് ഇത്തിരി നേരമേ ഉള്ളൂ. അതിന് മുമ്പ് തന്നെ നമുക്കിപ്പോൾ 2 ഊളിട്ടുണ്ട്. ഓക്കെ തന്നെ പ്ലേസ് ചെയ്തിട്ട് ഡീഫോറസ്റ്റേഷൻ നമുക്ക് പാടില്ല. ആൻഡ് നമുക്കപ്പോൾ ഫസ്റ്റത്തെ നമ്മുടെ ഗോൾ ചെയ്യാം. ഗോൾ ബുക്ക് തയ്യാറാക്കുക. ഗോൾ ബുക്ക് തയ്യാറാക്കണമെങ്കിൽ നമുക്കൊരു ലെതർ വേണം. ലെതർ ഉണ്ടെങ്കിൽ ബുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ബുക്ക് ഉണ്ടാക്കാൻ പേപ്പർ വേണം. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഷുഗർ കെയിൻ ചെയ്യണം. ആർക്കെങ്കിലും പറഞ്ഞാൽ ഷുഗർ കെയിൻ ഫാർം ചെയ്താലേ പേപ്പേഴ്സിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ ട്രേഡ് ചെയ്യാനൊക്കെ ഷുഗർ കെയിൻ വളരെയധികം ആവശ്യമുള്ളതാണ്. ആൻഡ് ഇപ്പോൾ നമുക്ക് അവനൊന്നും തന്നില്ല. ഓക്കെ, ഇതൊരു പാപ്പാട്ടനോട് കൂടി നടക്കുന്നു. ഓക്കെ, ഇവിടെ എന്തൊരു വലിയൊരു കുഴിയൊക്കെ കൊണ്ടുപോകുന്നുണ്ടോ? നല്ല നൈസ്. അടിയിൽ എന്തൊരു ഓക്കെ, വെള്ളമൊന്നുമില്ല. പിന്നെ ആവശ്യമുണ്ട്. ഓക്കെ, ആ ഫെദർ തന്നില്ല. എന്താണ് ആരും ഒന്നും തരാതെ? ആൻഡ് സ്ക്രീൻ ഒരു ഷേക്കുള്ളതായിട്ട് തോന്നുന്നുണ്ടോ? അതെൻ്റെ മൗസിൻ്റെ ചെറിയ പ്രോബ്ലമാണ്. ആൻഡ് അത് ക്ഷമിക്കുക. ആൻഡ് ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് എപ്പിസോഡിൻ്റെ ചില ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ കാണും. എൻ്റെ അതിൽ ക്ഷമിക്കുക. ഓക്കെ, ഇപ്പോൾ മൗസിന് വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഞാൻ കുറച്ച് വരി ചെയ്തിട്ടുണ്ട്. ആൻഡ് നമുക്കിപ്പോൾ 2 ഫെദർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഒരു ലെതറും കൂടെ വേണം. ആൻഡ് ഷുഗർ കെയിൻ വേണം. ഷുഗർ കെയിൻ ഇവിടെ നമുക്ക് കാണുന്നില്ല. ഓക്കെ, നമുക്ക് ഇങ്കും കൂടെ വേണം. ഇങ്ക് അപ്പോൾ സ്ക്യൂട്ടിനെ തല്ലിക്കൊള്ളണം. ഓക്കെ, നമുക്ക് 3 ഇങ്ക് തന്നിട്ടുണ്ട്. സ്പീഡിത്തേക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ഇവനെ തല്ലിക്കൊല്ലുന്നില്ല. നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യമുള്ളൂ. നൈറ്റ് ആവാറായിട്ടില്ല. നമുക്ക് ഒരു ഷീപ്പിനും കൂടെ വേണം. ആൻഡ് ഞാൻ അപ്പോൾ ഒരു ഷീപ്പിനും കൂടെ നിങ്ങൾക്ക് കിട്ടിയിട്ട് ഞാൻ എന്തായാലും ഓക്കെ അധികം നേരം തൊട്ടില്ല. 2 രൂപ അടുപ്പിച്ച് എനിക്ക് കിട്ടിയിട്ടുണ്ട്. കുറേ ബെഡിൻ്റെ ആവശ്യമുണ്ട്. നമുക്കിപ്പോൾ അയൺ ഫാർമർ സെറ്റ് ചെയ്യണം. പറഞ്ഞല്ലോ ബെഡ്റോക്കാണ്. അപ്പോൾ കുറേ വിളിച്ചിടാൻ വേണ്ടി നമുക്ക് 3 ഇതും കിട്ടിയിട്ടുണ്ട്. വേറെ എക്സ്ട്രാ ഒന്നും കിട്ടില്ല. ലെതറാണ് നമുക്ക് ഇനി ആവശ്യം. ഓക്കെ, നമുക്കിപ്പോൾ ഫുഡിനൊക്കെ അത്യാവശ്യം ഇതൊക്കെ ഉണ്ട്. ഇപ്പോൾ തന്നെ ഞാൻ വെച്ച് തുടങ്ങി. ഓക്കെ, ഷുഗർ കെയിൻ കിട്ടിയിട്ടുണ്ട്. നമുക്ക് തൽക്കാലം 3 ഷുഗർ കെയിൻ മതി പേപ്പർ ഉണ്ടാക്കാൻ. അവന് കയറി ഇവിടെ ഒന്നും കാണുന്നില്ല. ആൻഡ് അത്യാവശ്യം നല്ലൊരു സ്ഥലമാണ് എനിക്ക് കിട്ടിയത്. എനിക്ക് തോന്നുന്നു ഇവിടെ നിന്നെല്ലാം കാണാൻ പറ്റും. ഓക്കെ, അവിടെ ഒരു വലിയ മലയൊക്കെ ഉണ്ട്. നല്ല നല്ല വൈബുള്ള സ്ഥലമാണ്. ഇവിടെ സ്നോ വൈബാണ്. നമ്മുടെ കൊട്ടാരം നമുക്ക് ഇവിടെ തന്നെ കെട്ടിപ്പോകാം. കൊട്ടാരം ഉദ്ദേശിച്ചത് എൻ്റെ ചെറിയ വീടാണ് കേട്ടോ. ഓക്കെ, ഇവനെ കൂടെ തല്ലിക്കൊന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റത്തെ ഗോൾ കംപ്ലീറ്റുള്ള സംഭവങ്ങളാണ്. ഓക്കെ, അവനും നമുക്കൊന്നും തന്നില്ല. എന്തുവാടെ ഒന്നും തന്നില്ല. ഓക്കെ, നമുക്കെന്ന് നല്ല ഭാഗ്യമുണ്ടെന്ന് തോന്നുന്നു. കാരണം ഒന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് കേട്ടോ എൻ്റെ ലാപ്പാട 4 ഇത് മാത്രമേ ഉള്ളൂ. കയറാൻ പറ്റുന്നില്ലല്ലോ. ഓക്കെ, വീണ്ടും ഷീപ്സ് പോകണമെന്നുണ്ട്. പക്ഷേ ഇവിടെ ഒന്നും ഒരു കൗവിനെ കാണുന്നില്ല. ആ കൗ സ്പോൺ ആയത് ഇതുവരെ എനിക്ക് ഒരു ലെതർ പോലും തന്നിട്ടില്ല. കൈ കൊണ്ട് അടിച്ചു വന്നാൽ ലെതർ തരത്തില്ലെന്നുള്ളതുകൊണ്ട്. ഓക്കെ, നമ്മളിവിടെ വരെ വന്നിട്ടുണ്ട്. ആൻഡ് ആർക്കും അറിയത്തില്ല, ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ദൂരോട്ട് പോയിട്ട് തിരിച്ചു വരുവാണ്. അതായത് നമ്മളിപ്പോൾ ഇപ്പോൾ ചങ്കിലോടാവുമല്ലോ. നമ്മൾ അവിടെ നിന്ന് മാറി നിന്ന് അടുത്തടുത്ത് വരുമ്പോൾ ഇവന്മാർ സ്പോണുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അല്ലെങ്കിൽ കുറേ കൂടി ദൂരോട്ട് പോയിട്ട് വരേണ്ടി വരും. ഇതുവരെ ഒന്നും വന്നിട്ടില്ല. നമുക്കിപ്പോൾ നൈറ്റ് ആവാറായി. ഫസ്റ്റത്തെ ഗോൾ ഇതുവരെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഓക്കെ, നമുക്കിപ്പോൾ ഞാൻ ഒരു
കൗവിനെ കണ്ടിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യും. ഇതാ വരുന്നു. ഓക്കെ, ആൻഡ് നൈറ്റ് ആവാറായി. ഇതുവരെ എനിക്ക് ഒരുത്തനെ പോലും കേട്ടിട്ടില്ല. ആൻഡ് വിശന്ന് ഞാൻ അങ്ങനെ പച്ച മീറ്റൊക്കെ എടുത്ത് കഴിച്ച് എനിക്ക് ഫുഡ് പോയിസൺ അടിച്ചിട്ടുണ്ട്. വയ്യ ഗൈസ്. ഒരുത്തനെയും കണ്ടില്ല ഇതുവരെ. ഇതിലേക്ക് കയറി നടന്നിട്ട് ഒരു പാവപ്പെട്ടനെ മാത്രമേ ഞാൻ കണ്ടുള്ളൂ, നമ്മുടെ പിഗ്. പിന്നെ ഈ നിൽക്കുന്ന കുറേ ഇവന്മാർ വീണ്ടും സ്പോണായി. ഇവന്മാരൊക്കെ സ്പോൺ ആകുന്നു, പക്ഷേ ഒരു കൗ പോലും സ്പോൺ ആകുന്നില്ല. നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഒന്നും സ്പോൺ ആകത്തില്ലല്ലോ, അങ്ങനെയാണല്ലോ. ആൻഡ് അപ്പോൾ നല്ലൊരു സൺസെറ്റാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ആവശ്യമുള്ള ഫസ്റ്റത്തെ കാര്യങ്ങളൊക്കെ ക്രാഫ്റ്റ് ചെയ്യാം. ഞാനെല്ലാം പ്ലാങ്ക് ആക്കുന്നില്ല. ഓക്കെ, ഫസ്റ്റ് തന്നെ ഇതൊന്ന് ഓഫ് ചെയ്തിട്ട് ഒരു ക്രാഫ്റ്റിംഗ് ടേബിള്. ഓക്കെ, ഒരു ബെഡ് തന്നെ ക്രാഫ്റ്റ് ചെയ്തേക്കാം. ഓക്കെ, ആൻഡ് ഫൈനലി ഫസ്റ്റത്തെ ഡേ ഞാൻ ഇന്ന് സർവൈവ് ചെയ്യാൻ പോകുന്നു. ഓക്കെ, ഞാനൊരു ഡേ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, റെസ്പോൺ പോയിന്റ് സെറ്റ് ആയിട്ടുണ്ട്. അവിടെ തന്നെ സ്പോണായിട്ട് ഇപ്പോൾ ചത്തിട്ടുണ്ട്. ബോണ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ എടുക്കാം. ഇതിലൂടെ ബോണൊന്നും ഡ്രോപ്പ് ചെയ്തില്ല. വെള്ളത്തിനിടയിൽ ആരും ഉണ്ടല്ലോ. ഓക്കെ, അവിടെ നിൽപ്പുണ്ട്. ഞാൻ ഞാൻ ഓണാക്കാൻ മറന്നു. ഇപ്പോൾ വരാം. ഞാൻ കോർഡിനേറ്റ്സും കാര്യങ്ങളൊക്കെ ഓണാക്കിയിടാൻ മറന്നുപോയി. സോറി. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ടർ നമ്മുടെ ഫസ്റ്റത്തെ ടൂള് ക്രാഫ്റ്റ് ചെയ്യാം. ഓക്കെ, സ്റ്റിക്ക്. ഓക്കെ, അങ്ങനെ ഞാൻ എൻ്റെ ഫസ്റ്റത്തെ ടൂള് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ടൂള് വളരെയധികം വാല്യൂബിൾ ആയിട്ടുള്ളതാണ്. കാരണം ഞാൻ ഈ ഗെയിം തുടങ്ങിയിട്ട് ആദ്യമായിട്ട് ക്രാഫ്റ്റ് ചെയ്തതിൻ്റെ ടൂളാണ്. സോ ഇത് ഞാൻ പൊന്നുപോലെ കാത്തു സൂക്ഷിക്കും. നമുക്കപ്പോൾ ഇവിടെ നിന്നെങ്കിലും സ്റ്റോൺ അടിച്ചു മാറണം. ആൻഡ് ഇതുകൊണ്ട് ഞാൻ വെറും 3 ബ്ലോക്കേ മാനേജ് ചെയ്തിട്ടുള്ളൂ. കിട്ടി. ഓക്കെ, എന്ത് ചാവട 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 ചാവട. ഓക്കെ, അവൻ അങ്ങനെ ലെതർ വന്നിട്ടുണ്ട്. ആൻഡ് ഇപ്പോൾ നമുക്കെല്ലാം ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. വരേണ്ടതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ഗോൾ ഇപ്പോൾ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പൂർണ്ണമായിട്ടല്ല, കാരണം നമുക്ക് ബുക്ക് റീനെയിം ചെയ്യണം. അതിപ്പോഴേ ചെയ്യുന്നില്ല. നമ്മളിപ്പോൾ ബുക്ക് മാത്രം ക്രാഫ്റ്റ് ചെയ്യുന്നു. അപ്പം ഞാൻ ക്രാഫ്റ്റ് ചെയ്തിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. എന്നിട്ട് അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. മഴയായി, രാത്രിയായി, നമുക്ക് കിടന്നോളാം. ഓക്കെ, ബുക്ക് റെഡിയാക്കി കൊണ്ടിരുന്നതാണ്, പക്ഷേ മഴയായി. കുഴപ്പമില്ല. ആൻഡ് നമ്മളങ്ങനെ നമ്മുടെ ഫസ്റ്റത്തെ ഗോൾ അങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഗോൾ ബുക്ക് ഉണ്ടാക്കുക. ഇതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ വേൾഡിലെ നമ്മുടെ മുഴുവൻ കാര്യങ്ങളും ഞാൻ ഈ ബുക്കിലേക്ക് എഴുതിയിരിക്കുന്നത്. നമ്മുടെ ഓരോ ദിവസത്തെ ഓരോ പ്ലാനിങ്ങും കാര്യങ്ങളും. അതാണ് ഞാൻ ഇങ്ങനെ ഗോൾ ബുക്ക് എന്ന് പേരിട്ടത്. ആൻഡ് ഈ ബുക്കിനകത്ത് എന്താ ഉള്ളത് ഞാൻ കാണിച്ചു തരാം. ഗോൾസ് എപ്പിസോഡ് 1 2029 5 2026. ഗോൾ ബുക്ക് ഫസ്റ്റത്തെ ഗോൾ ബുക്ക് തന്നെയായിരുന്നു. അത് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു സ്റ്റാർട്ടർ ബേസ്, ഇനി എക്സ്പ്ലോറിങ്, ഫുൾ സെറ്റ് അയൺ ആർമറും ടൂൾസും, പിന്നെ ഒരു ബിൽഡും. ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ ഗോൾസ്. ആൻഡ് ഫസ്റ്റ് ഗോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി സെക്കൻഡ് ഗോൾ എക്സ്പ്ലോറിങ്. സോ എക്സ്പ്ലോറിങ്ങിന് മുന്നേ നമുക്ക് കുറച്ച് സ്റ്റാർട്ടർ ടൂൾസും കാര്യങ്ങളും വേണം. ആൻഡ് അതെല്ലാം ഞാൻ ഇപ്പോൾ ഒപ്പിക്കാം. ഓക്കെ, അതെല്ലാം ഞാൻ ഒപ്പിച്ചിട്ട് നിങ്ങളെ ഞാൻ പറ്റി 1 2 3 പിക്കാക്സ്. ഓക്കെ, പിക്കാക്സ് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റത്തെ ഗോള് സ്റ്റാർട്ടർ ബേസ്. ഞാൻ അറിയാതെ മാറി പറഞ്ഞു. എക്സ്പ്ലോറിങ്ങിന് ഇതാണ് നമ്മൾ ഇനി മുതൽ യൂസ് ചെയ്യുന്നത്. കാരണം ഇത് നമ്മളിനി യൂസ് ചെയ്തില്ല. ഇത് നമുക്കിനി നമ്മുടെ ഷോ കേസിലോ അങ്ങനെ ഷെൽഫിലെല്ലാം നമ്മുടെ സ്റ്റാർട്ടർ ബേസ് ഒക്കെ സെറ്റ് ചെയ്യുമ്പോൾ അവിടെ സെറ്റ് ചെയ്ത് വയ്ക്കാം. ആൻഡ് ഇനി ഇതിൻ്റെ ഉപയോഗമില്ല. നമുക്കിപ്പോൾ ഇപ്പം തന്നെ ഒരു സൈൻ ക്രാഫ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ക്രാഫ്റ്റ് ചെയ്ത് വയ്ക്കാം. ഇനി മുതൽ ഇത് വിടുന്നോട്ടെ. എൻ്റെ ഫസ്റ്റത്തെ ടൂള്. ഓക്കെ, ആൻഡ് നമുക്കിപ്പോൾ സ്റ്റാർട്ടർ ബേസ് വയ്ക്കാൻ തുടങ്ങാം. നമുക്ക് നമ്മുടെ സ്റ്റാർട്ടർ ബേസ് ഇവിടെ ആയിട്ട് സെറ്റ് ചെയ്യാം. ഞാൻ അവിടെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. ഇത് ഒരുത്തൻ അവിടെ നിന്ന് എന്നെ കണ്ടിട്ടാണോ വരുന്നതെന്നൊരു ഡൗട്ട്. കുറേ തവണ എന്നെ നോക്കുന്നുണ്ടായിരുന്നു. ഇത് ലവനാണ് അവനെ അവിടെ നിന്ന് സ്ഥലം വഴി പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഓടിച്ചുകൊണ്ട് വിടുന്നത്. നീ ഇതിലെ പൊയ്ക്കോടാൻ മോനെന്നും പറഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ആക്കിയിട്ട് പോയി. എന്നിട്ട് അവൻ തിരിച്ചു പോയി. അപ്പോൾ ഇവൻ തിരിച്ച് അവൻ്റെ കൂടെ കുറേ പോകുന്നു. ഈ തോന്നി വരേണ്ട ഒരു നല്ല ഫ്രണ്ട്സാണ്. ആൻഡ് ഫൈനലി ഞാൻ എൻ്റെ ബേസ് നിർമ്മിച്ചു. എൻ്റെ താജ്മഹൽ, എൻ്റെ കൊട്ടാരം നിങ്ങളെ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ കൊട്ടാരം. ആൻഡ് എൻ്റെ ബെഡ് അകത്തുണ്ട്. ഒരു ഡബിൾ ചെസ്റ്റ് ക്രാഫ്റ്റ് ചെയ്ത് ഇവിടെ വെക്കണം. ആൻഡ് ഇവിടെ എവിടെയെങ്കിലും ഒരു ഫർണൈസ്, ഇവിടെ എല്ലാം ഫർണൈസ് എല്ലാം കയറ്റി വെക്കണം. അപ്പോൾ ഞാൻ ഒരു 14 കോബിൾ സ്റ്റോൺ മൈൻ ചെയ്തിട്ട് വരുന്നു.
നൈസ്. ഫസ്റ്റ് ഡെഡ്. വുൾഫ് വാസ് ബ്ലോഡ് ബൈ ക്രീപ്പർ. ഓക്കെ, ഞാൻ ഇൻട്രോ പറയാൻ വേണ്ടി അവിടെ പോയതാണ്. അല്ല, എൻ്റെ ബ്ലോക്ക് മൈൻഡ് ചെയ്തു എന്ന് പറയാൻ വേണ്ടി ഇവിടെ വന്നതാണ്. അവൻ വന്ന് ഒരു പൊട്ടിത്തെറി. ഞാൻ പറഞ്ഞില്ലേ മറ്റേ അവൻ കൊണ്ടുവിട്ടേന്ന് ഒരുത്തൻ ഇവിടെ വന്നിട്ട് പറഞ്ഞിട്ട് അവനാണ് ഇവിടെ വന്ന് പൊട്ടിത്തെറിച്ചത്. ഈ പകൽ ഇവന്മാർ സ്പോണാവുമെന്ന് എനിക്കറിയത്തില്ല. ഇവന്മാരൊക്കെ ഇത് എവിടെ നിന്നാണോ ഇറങ്ങി വരുന്നത്. എന്തായാലും ഫസ്റ്റ് ഡെത്ത് പോയി. സാരല്ല, മൈൻക്രാഫ്റ്റ് ആകുമ്പോൾ ഡെത്തൊക്കെ കാണും. ഓക്കെ ഓക്കെ, ഞാൻ അവിടെ ഇങ്ങനെ തിരിഞ്ഞിരിക്കുമായിരുന്നു. ആ സമയത്തായിരുന്നു പൊട്ടിത്തെറിച്ചത്. എന്തായാലും ഞാൻ ഒന്നും കൂടെ പറയാം. എവിടെ 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 കോബ്ലിസ്റ്റോണോടെ എൻ്റെ അമ്മോ ദാ വരുന്നേ. അയ്യാ, താണ്ട വരുന്നത്, പുറകെ വരുന്നുണ്ട്. ഇവന്മാരൊന്നും പറയാൻ സമയത്തില്ല. ഞാൻ ഉറങ്ങി എഴുന്നേറ്റ് പറയാം. ഓക്കെ, 14 എണ്ണം എന്ന് പറഞ്ഞിട്ട് 32 എണ്ണം മൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. ആൻഡ് ഇത്രയും മതിയാകും. നമുക്കപ്പോൾ ടൂൾസൊക്കെ ക്രാഫ്റ്റ് ചെയ്തിട്ട് നമ്മുടെ സെക്കൻഡ് ഗോളിലോട്ട് പോകാം. നമ്മുടെ സെക്കൻഡ് ഗോള് എക്സ്പ്ലോറിങ്. ഓക്കെ, എക്സ്പ്ലോറിങ്ങിലോട്ട് നമുക്ക് കിടക്കാം. സോ ഞാൻ എല്ലാം ക്രാഫ്റ്റ് ചെയ്ത് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തായിരുന്നു. ഇത് ഞാൻ അടുത്ത് റിപ്ലേസ് ചെയ്തിട്ടുണ്ട്. എല്ലാം റെഡി ആയിട്ടുണ്ട്. എനിക്കൊരു ശവനം കൂടെ ക്രാഫ്റ്റ് ചെയ്യാനുണ്ട്. ഓക്കെ, നമുക്ക് പോകുന്ന വഴിക്ക് ഒരു ഷീപ്പിനെയും തല്ലിക്കൊല്ലണം, ഒരു മരവും വെട്ടണം. കാരണം എനിക്ക് സ്പെയർ ആയിട്ട് ഒരു ക്രാഫ്റ്റിൻ്റെയും ഒരു ബെഡിൻ്റെ ആവശ്യമുണ്ട്. അത് വേറെ ഒന്നുമില്ല, നമ്മൾ യാത്രയൊക്കെ പോകുമ്പോൾ നമുക്ക് ആവശ്യം വരും. ആൻഡ് എനിക്ക് ഫുഡും ഇല്ല, അപ്പോൾ കുറച്ച് മട്ടണം കഴിക്കാമല്ലോ. റോ മട്ടൺ ആണെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, നമ്മൾ കൊട്ടാരത്തിൻ്റെ വാതിലടിക്കട്ടെ. ഓക്കെ, ഇവിടെ ഒരു തന്നെ നിൽപ്പുണ്ടായിരുന്നില്ല. ഇവിടെ ഇപ്പോൾ എനിക്കിതുപോലെ കൈ കൊണ്ടിരിക്കാം, സ്പീഡ് അടിക്കാം. ഓക്കെ, ചവട കൈ കൊണ്ടിരിക്കാൻ കുറച്ചുകൂടെ നല്ല എയിമിങ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒട്ടും എയിമിങ് ഇല്ല. എൻ്റെ ഒരു വൂൾ ഇട്ടിട്ടുണ്ട്. ഞാനിവിടെ അടുത്തൊന്നും ഒരുത്തിനില്ലല്ലോ. ഓക്കെ, നമുക്കപ്പോൾ എക്സ്പ്ലോറിങ് നടക്കാം. നമ്മളപ്പോൾ ഫസ്റ്റ് എങ്ങോട്ടാണ് പോകേണ്ടത്? എക്സ്പ്ലോറിങ്ങിന് ശേഷം നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത് നമ്മുടെ അയൺ ആർമറാണ്. അപ്പോൾ നമുക്കില്ല മലയുടെ സൈഡിലോട്ടൊക്കെ പോകണം. അവിടെ ചിലപ്പോൾ നമുക്ക് അയൺസ് ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇവിടെ എന്താ ബോക്സ് വരുന്നത്? നോക്കി നോക്കട്ടെ. എക്സ്പ്ലോറിംഗ് എന്ന് പറയുമ്പോൾ എല്ലാം ആണല്ലോ. എക്സ്പ്ലോറിങ്ങിൻ്റെ കൂടെയാണ് നമ്മുടെ അയൺ ആർമർ സെറ്റ് ചെയ്യുന്നത്. ഇത് റിവ്യൂ പോലെയാണ്. ഞാൻ എന്തായാലും ഇതിൻ്റെ അടിയിലോട്ട് പോയി നോക്കട്ടെ, എന്തെങ്കിലും കിട്ടാതിരിക്കത്തില്ല. ഓക്കെ, ഞാനൊക്കെ ഓരോത്തിൽ ഞാൻ പറഞ്ഞുതരാം. ഇതാ ഇവിടെ വരുമ്പോൾ സ്നീക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡാമേജ് എടുക്കില്ല. അല്ല എന്ന് കഴിഞ്ഞാൽ കണ്ട ഡാമേജ് പെട്ടെന്ന് എടുക്കും. അപ്പോൾ നമുക്ക് ഈ നിൽക്കുന്ന ഓർണം മൈൻ ചെയ്തെടുത്തിട്ട് നമുക്ക് അങ്ങോട്ട് എവിടെ ആയിട്ട് ഓർമ്മ കാണുന്നുണ്ട്, അങ്ങോട്ട് പോയി നിൽക്കാം. ഇവിടെ എന്തെങ്കിലും കിട്ടുമോ? ഇവിടെ ഇത്ര തന്നെ മേലോട്ടൊക്കെ ഉണ്ട്. അവിടെ കുറച്ച് കോളൊക്കെ ഇരിക്കണം. എനിക്കിതൊരു കോള് കിട്ടിയിട്ടില്ല. രാത്രിയൊന്നും ഇല്ല. അല്ല, അവിടെ വല്ലതും പോയി നോക്കാം. അല്ല, കോൾ എടുത്തിട്ട് അങ്ങോട്ട് പോകണം. മരം കണ്ട ഭാഗ്യം. അപ്പോൾ അങ്ങോട്ട് പോകാം. ഞാൻ പറഞ്ഞില്ലേ മരം കണ്ട ഭാഗ്യം. നമുക്കപ്പോൾ അങ്ങോട്ട് കയറി നിൽക്കാം. എന്തെങ്കിലും എൻ്റെ ഫുഡൊന്നും അറിയില്ല. റോമോട്ടൊന്നും കഴിക്കും. അതാവട്ടെ, നമുക്ക് ഇവിടെ നിന്നുണ്ട്. ഇത് മുഴുവൻ മൈൻഡ് ചെയ്യാം. അപ്പോൾ ഇത് മുഴുവൻ ഞാൻ മൈൻഡ് ചെയ്തിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തായിരുന്നു. ഓക്കെ, ഞാൻ 2 ഹാർട്ടിലാണ്. ആൻഡ് ഫുൾ ഇതുണ്ട്. ഒന്നുമില്ല, ഇത് മൈൻഡ് ചെയ്ത ഉടനെ കയറി പോകണം, അല്ലെങ്കിൽ എനിക്ക് ഡെത്താണ്. ഓക്കെ, പെട്ടെന്ന് തന്നെ ഇത് മൊത്തം ഞാൻ മൈൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി പെട്ടെന്ന് തന്നെ നമുക്ക് മുന്നോട്ട് പോകണം. ഇത് മൈൻഡ് ചെയ്യുക. കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. ഓടോളൂ ഇവിടെ വരെ പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. ഓക്കെ, ഞാൻ വലിയ റിസ്ക്കാണ് എടുത്തത്. നമുക്ക് ബ്രീത്ത് ചെയ്തിട്ട് നമുക്ക് ഫുൾ ഹെൽത്ത് ആയിട്ട് നമുക്കിനി അങ്ങോട്ട് വല്ലതും പോയി നോക്കാം. ഇവിടെ ഒരു ബബിൾസ് കോളം കാണുന്നുണ്ട്. ബബിൾ കോളം എന്താ പറയാൻ എനിക്കറിയത്തില്ല. ഓക്കെ, ഇവിടെ ഞാൻ കാണുന്നതും കൂടെ പോയി നോക്കണം. ആൻഡ് എനിക്ക് നല്ല വിശക്കുന്നുണ്ട്. ഇതിനെ കൂടെ കിട്ടിയാൽ മതി. അവിടെ നിൽപ്പുണ്ട്. പോലെ. ആൻഡ് ഇവൻ വേറെ കളറാണ്. അറിയാത്തവർക്കാണ് ഞാൻ പറഞ്ഞുതരാം. ഈ നിൽക്കുന്ന പൂക്കൾ ഏതെങ്കിലും എടുത്തിട്ട് നമുക്ക് ഡൈ ചെയ്യാം. അതായത് പൂക്കളെ നമുക്ക് ഡൈ ആക്കി മാറ്റാൻ പറ്റും. അപ്പോൾ കാണിച്ചു തരാം. നമുക്കിപ്പോൾ പൂക്കളെ
3 ഡൈ ആക്കാം. അതിനിപ്പോൾ കിട്ടിയ വൂള് നമുക്ക് ഡൈ ആക്കേണ്ടതാണ്. ഞാനിപ്പോൾ എന്തായാലും വീഡിയോ എടുത്തിയോണ്ട് നമ്മളെ കാണിച്ചു തരാം. അവൻ്റെ രീതിയിലൊക്കെ എങ്ങനെയാണെന്ന് നിന്ന് അറിയണം. ഇനി എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇല്ല കാണുന്ന മല ഉണ്ടോ, ആ മലയുടെ അങ്ങോട്ടാണ്. വെള്ളത്തിൻ്റെ ഇടയിലോട്ട് നമുക്ക് പോവാം. നമുക്ക് ഇനി കുറച്ചും കൂടി ഹെൽത്ത് ആവട്ടെ. ഞാൻ അവിടെയൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്ക് എനിക്ക് ഹെൽത്ത് ആവുമായിരിക്കും. ഷീപ്പിനൊക്കെ കാണുമ്പോൾ തല്ലിക്കൊല്ലുമല്ലോ. അപ്പോൾ നമുക്ക് തിരിച്ചു വന്നിട്ട് അവിടെ ഒരു ബബിൾ കുളം കണ്ടു. ബബിൾ കുളം എന്ന് പറയുന്നത് കേട്ടില്ല. അവിടെ ഒരു ബബിളുണ്ട്. അവിടെ നിങ്ങൾ അവിടെ ഒരു കാര്യം കാണുന്നു. അവിടെ നിന്ന് വന്നപ്പോൾ ചെറുതായിട്ട് കണ്ടെത്താം. എന്താണെന്ന് ജസ്റ്റ് നമുക്ക് നോക്കട്ടെ. പൊളിച്ച് നമ്മൾ സ്പോണായി വീണത് അവിടെ ഉണ്ടായിട്ട് വരും. ആൻഡ് തൊട്ടടുത്ത് തന്നെ ഒരു കിടിലൻ വില്ലേജ് ഉണ്ട്. ഞാൻ എന്നിട്ട് ഇതുവരെ അത് കണ്ടില്ല. കിടിലാണെന്ന് അവിടെ ചെന്ന് നോക്കിയിട്ട് ഓ മൈ ഗോഡ്, ഇത് കിടിലൻ വില്ലേജ്. ഒരു വേൾഡ് ഗുഡ് ഫൈൻഡ് നല്ല ഫൈൻഡ്. ഓക്കെ, ജസ്റ്റ് ഞാൻ എടുത്തേക്കാം. ഓക്കെ, ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ട്? ഇത് കാണാൻ ചാൻസ് ഇല്ല. ഹലോ, ഇതിനകത്ത് എന്തെങ്കിലും ഇല്ല. ഞാൻ ഇതെന്തെങ്കിലും കൊണ്ടുപോകണം. 2 ഉണ്ടല്ലോ. ഓക്കെ, അതാ ഇവിടെ സ്റ്റെയർ ഉണ്ട്. ഇതിലേക്ക് കയറി നോക്കാം. വെള്ളത്തിന് കാണണേ. ഹലോ, ഒന്ന് മാറാം. ഓക്കെ, നല്ല ഗുഡ് ഫൈൻഡ്. സോറിയുടെ ഫുഡ് പൊട്ടറ്റൊക്കെ തരിട്ട് ഒരു ബണ്ടിൽ ഇട്ടിട്ടുണ്ട്. 3 ബെഡ് ഇട്ടിട്ടുണ്ട്. ഇതെന്തുകൂടെ എന്നെ കാണിക്കുന്നത്? പാലും അടച്ചിട്ട ഇവനാൾ ശരിയല്ല. എന്തോ കുഴപ്പമുണ്ട് ഇവന്. ഇതിനകത്ത് ഒന്നുമില്ല. പൊത്തസ്റ്റാക്ക് ഗോൾഡൻ ക്യാരറ്റ് കാണണേ. കുഴപ്പമില്ല, പൊട്ടറ്റ കുഴപ്പമില്ല. നമുക്ക് എല്ലായിടത്തും ഇതിനകത്ത് മണ്ടിലോട്ട് ഇറക്കി വയ്ക്കാം. കിട്ടുന്ന ബ്ലോക്സ് എല്ലാം ഇതിലോട്ടും വയ്ക്കാം. സ്ട്രോങ്. ഓക്കെ, നമുക്കിനി 7 ഒബ്സിഡിയനായി. ഉടനെ തന്നെ നമുക്ക് ഒരു നെതർ ഫോറസ്റ്റ് ഉണ്ടാക്കാം. എന്താ അയ്യോ സൂപ്പർ. ഓക്കെ, ഞാനിങ്ങനെ എത്തിയിട്ടുണ്ട്. എല്ലാം ഇവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ ബണ്ടിൽ. ഇപ്പോൾ കിട്ടിയൊരു ഗുഡ് ഫൈൻ ഉണ്ടായിരുന്നല്ലോ ഇവിടെ. ഓപ്സിഡ് അത് കുഴപ്പമില്ല. ഞാൻ തണ്ടർ സ്ട്രോങ് ആണെന്നുള്ള കാര്യം മറന്നുപോയി. ഇതെന്താ എന്തോന്നാടാ അത്? 17 ഒബ്സിഡിയൻ. ഫസ്റ്റ് എപ്പിസോഡിലെ 17 എന്തുകൊണ്ടത് ഗുഡ് ഫൈൻഡ് എന്നൊക്കെ പറഞ്ഞാൽ ഇതിലും വലിയ ഗുഡ് ഫൈൻഡ് ഒന്നും വേറെ ഇല്ല. അയ്യോ, ഇതുപോലത്തെ ഇനിയും ഉണ്ടോ ഈ വീട്? ഞാൻ റിച്ചായ ഒറ്റ ഗെയിമിൽ ഇറങ്ങിപ്പോയിട്ട് കുറേ നേരമായി. ഒരു ഡേ തന്നെ കഴിഞ്ഞു. മനസ്സിലായി ഞാൻ എവിടെ വെച്ചല്ലേ പൊട്ടിത്തെറിച്ചേ. എന്താ സംഭവിച്ചെന്ന് പോലും എനിക്കൊരു ഓർമ്മയില്ല. ഞാൻ കുറച്ച് ഡയമണ്ട് കണ്ടു, അപ്പോൾ തന്നെ വെള്ളം നിറയിപ്പോയി. ഒരു ക്രീപ്പർ വന്ന് പൊട്ടിത്തെറിച്ചാൽ വേറെ ഒന്നും എനിക്കറിയില്ല. ആൻഡ് നമ്മൾ ഈ വീട്ടിലുണ്ടല്ലോ മാറാൻ നോക്കട്ടെ. ഒന്നും കൂടെ ഒന്ന് കണ്ടോട്ടെ. ഓക്കെ, ഇത് കണ്ടിട്ട് ഞാൻ അവിടെ ഇറങ്ങിപ്പോയതാണ്. പിന്നെ ഗെയിമിലൂടെ കയറിയതുമില്ല. കുറച്ച് ബ്രെഡ് ഇടുന്നുണ്ട്. ഇത് ഞാൻ ഏത് ബണ്ടിൽ? ഈ ബണ്ടിലല്ലേ സാർ? ഓക്കെ, ഒരു ബണ്ടിലും മിസ്സിങ് ആണ്. എൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് ആ ബണ്ടിലാണ് വെച്ചത്.
വണ്ടിയിൽ പോയി എൻ്റെ ഫുഡും കാര്യങ്ങളെല്ലാം പോയെന്ന് തോന്നുന്നു. ഷിറ്റ്, എന്തിനാ നമുക്കിപ്പോൾ അടുത്ത വീട് നമുക്ക് നോക്കാം. ഇവിടെ ഉണ്ടല്ലേ. എനിക്കിനി ഒരു ഹെൽമെറ്റും കൂടെ ക്രാഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇവിടെ ഉണ്ടല്ലോ. എല്ലാം എൻ്റെ ഫുഡ് എടുക്കുന്നുണ്ട്. മനുഷ്യൻ്റെ ഫുഡ് പോയത് വന്നു വരുത്. ഓക്കെ, ഞാൻ ആ ക്യാരറ്റ് മുഴുവൻ മൈൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അപ്പുറത്ത് നിന്ന് ആ വീട്ടിലെ പാവപ്പെട്ടമാരുടെ വർക്ക് സ്റ്റേഷനിൽ ഞാൻ അടിച്ചു വരുന്നുണ്ട്. കുറച്ച് ബിൽഡിംഗ് ആവശ്യമുണ്ടാകും. ഓക്കെ, മൊത്തത്തിൽ പറഞ്ഞ ഒരു വ്യൂ നല്ലൊരു കിടിലൻ സ്ഥലം തന്നെയാണ് കിട്ടിയത്. അത്യാവശ്യം ചെറിയ ചെറിയ ഐലൻഡുകളും പിന്നെ സ്പോൺ അയക്കുന്ന തന്നെ ഒരു അത്യാവശ്യം ഒരു ഐലൻഡിലാണ്. നല്ലൊരു ഐലൻഡ്. സ്നോയുടെ ആകർഷണമൊക്കെ തന്നെ ഉണ്ട്. പിന്നെ ഇതാ അവിടെ ആയിട്ട് വലിയ കിടിലൻ കേവാണെന്ന് അറിയത്തില്ല, വലിയ മലയും ആൻഡ് ഇവിടെ ഇത്രയൊക്കെ തന്നെ. പിന്നെ നമ്മുടെ ചെറിയൊരു കൊച്ചു വീടും ഇത്രയൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ അതേ അവിടെ നിൽക്കുന്നു. ഓക്കെ, അങ്ങനെ ഞാൻ ഫുൾ സെറ്റ് ആർമറും ടൂൾസും ആയിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഇനി നമ്മുടെ അടുത്ത ടാർഗറ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു ബിൽഡ് ഇവിടെ കൊണ്ടുവരണം. അതെന്ന് പറഞ്ഞാൽ വലിയ ബിൽഡൊന്നും അറിയില്ല, ചെറിയൊരു ബിൽഡായിരിക്കും. പിന്നെ ഇത് കിട്ടിയതിൽ മാത്രമേ എനിക്ക് സന്തോഷമുള്ളൂ. ഞാനിപ്പോൾ ചത്തതിൽ നല്ല വിഷമമുണ്ട്. ആൻഡ് ഗെയിമിൽ നിന്ന് ഞാൻ ഒരു വട്ടം ചത്തിട്ട് അവിടെ പോയതാണ്. പിന്നെ ഗെയിമിലോട്ട് തിരിച്ച് കയറിയപ്പോഴും ഞാൻ ചത്ത്. പോസായിരുന്നു, പക്ഷേ എങ്ങനെ ചത്തു എന്തിന് ചത്തു എന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഞാനിപ്പോൾ പോയി കുറച്ച് മരങ്ങളൊക്കെ വെട്ടിയിട്ട് ഇതാ വരും. അപ്പോൾ ഗോഡ് ബുക്ക് ചെക്ക്, സ്റ്റാർട്ടർ ബേസ് ചെക്ക്, എക്സ്പ്ലോറിംഗ് ചെക്ക്, ഫുൾ സെറ്റ് അയൺ ആർമർ ആൻഡ് ടൂൾസ് ചെക്ക്, ബിൽഡിംഗ് ചെക്ക്. ഓക്കെ, ചെറിയൊരു ബിൽഡിംഗ് അവിടെ തട്ടിക്കൊണ്ടിട്ടുണ്ട്. അതിന് താഴെ കാണുന്ന ഈ ഫ്ലോറ് ഞാൻ എന്തായാലും വേറെ ലോകാക്കുന്നത്. ഇപ്പോൾ തന്നെ തൽക്കാലം യൂസ് ചെയ്തേക്കുന്നത് സ്ക്രൂസ് സ്ലാബാണ്. പിന്നെ നമുക്കിത് ജംഗിൾ ലോഗിൻ്റെ സ്ലാബ് ആക്കണം. ആൻഡ് ഇന്നത്തെ ഗോൾസ് ഇത്രയേ ഉള്ളൂ. ആൻഡ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.